ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഷവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഷവേഴ്സ് ബൈ നളിനി ശർമ്മ. പേര് കേട്ടാൽ മനസ്സിലാവും ഇന്ത്യൻ ആണ്. ഓക്കെ, ഇന്ത്യൻ പോയിട്ടാണ്. ഫസ്റ്റ് ഷവേഴ്സ്, ആ ആദ്യ മഴക്കാലം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ചൂടുകാലം കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു, സ്കൂളിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇന്ന് എന്താണ് ലീവ് കിട്ടണേ, ഇന്ന് എന്താണ് ന്യൂസിൽ വരണം, നാളെ സ്കൂളില്ലാതെ ലീവ് കിട്ടണം അല്ലേ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ മഴ വരുന്ന രസം വേറെ തന്നെ അല്ലേ. കേരളത്തിലുള്ള നമുക്ക് ഇത്രയും മഴ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒബ്വിയസ്ലി മഴ കാരണം പ്രശ്നങ്ങളുണ്ട്, വെള്ളം കയറുന്നൊക്കെ. പക്ഷെ എന്നാൽ ആ മഴേൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടാണ്, നമ്മൾ ആദ്യത്തെ ആ മഴ വരുന്നതിൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടാണ് നളിനി ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് എ ബൈലിംഗ്വൽ ഇന്ത്യൻ റൈറ്റർ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതും. ബെസ്റ്റ് പോയിറ്റ് ഓഫ് ദി ഇയർ 2003 കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നളിനി ശർമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതിയത് നോക്കാം. ദ തീം ഓഫ് ദ ഫസ്റ്റ് ഷവേഴ്സ് പോയം is joy and relief that rain brings after hot and tiring. ഒരു ചൂടുള്ള ദിവസമല്ലേ, വേർത്ത് ഇങ്ങനെ കുളിച്ചിരിക്കുക, ഫാൻ്റെ അടി നിന്നിട്ടൊന്നും കാര്യമില്ലേ. പക്ഷെ ആ തണുത്ത മഴ ഇങ്ങ് വരുമ്പോൾ അല്ലേ, ആ ഫുൾ ടെമ്പറേച്ചർ അങ്ങ് താഴും, വേറെ തന്നെ രസമാണ് അല്ലേ. ഇറ്റ് സെലിബ്രേറ്റ്സ് നേച്ചേഴ്സ് എബിലിറ്റി ടു റിഫ്രഷ് ആൻഡ് റിന്യൂവൻ അല്ലേ. നേച്ചറിന് വേറെ തന്നെ പവർ അല്ലേ, വേറെ തന്നെ പവറാണ് നേച്ചറല്ല, നേച്ചറിന്. ഓക്കെ, എന്താണ് അതിനൊരു ഫ്രഷ് ആക്കാൻ വേണ്ടി അല്ലേ, ഫ്രഷ് ആക്കാൻ വേണ്ടി ഒരു ഫീലിംഗ് ആണ്. ഹൈലൈറ്റിംഗ് ദ ബ്യൂട്ടി ആൻഡ് സൂത്തിങ് എഫക്ട് ഓഫ് ദ ഫസ്റ്റ് റെയിൻ അല്ലേ. നമുക്ക് ഒരു സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്, ഒരു മഴ വന്നാൽ ശരിയാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കാം. സ്ട്രക്ചർ എങ്ങനെയാണ്? 15 ലൈൻസ് ഉണ്ട് കേട്ടോ. ദ പോയം ഡസ് നോട്ട് ഫോളോ സ്ട്രിക്ട് സ്റ്റാൻസ് ഒന്നുമില്ല കേട്ടോ. 4 ലൈൻ 4 വരി അങ്ങനെയൊന്നുമില്ല. എന്താണ്, ബട്ട് ക്യാൻ ബി 3 സെക്ഷൻസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ്, എന്താണ് ബേസിക്കലി എന്താണ് പോയിറ്റ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് റെയിൻസ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, നേച്ചർ ഇങ്ങനെ എന്താണ് റെയിനെ കൊണ്ട് മാറ്റിക്കുന്നത്. ഓക്കെ, ദ പോയിറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഓക്കെ, മഴയിനോടുള്ള നന്ദിനെ പറ്റി ആ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൈം സ്കീം പറഞ്ഞ മക്കളെ ലൂസ് റൈം സ്കീം, അങ്ങനെ പ്രോപ്പർ റൈം സ്കീം ഇല്ല, റൈമിംഗ് ഉണ്ട്. ഓക്കെ, റൈമിംഗ് ഉണ്ട്. ടോൺ എന്താണ് ജോയ്ഫുൾ, റിഫ്ലക്റ്റീവ്, ഒരു ഹാപ്പിനെസ് അല്ലേ. മഴ വരുമ്പോൾ എന്ത് രസമാണെന്നൊക്കെ പറ്റി എഴുതുന്നു. ഓക്കെ, ആൻഡ് വിവിഡ് ഇമേജറി ഉണ്ട്, പെർസോണിഫിക്കേഷൻ അതൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. As I returned from my workplace, cool drops kissed my past face. Soon as the first showers caught me unawares and soaked me, soothing my frayed nerves, the weary lines did it promptly erase. ഇവിടെ പറയുന്നത് എന്താണ്? ഇത്രയും എന്താണ് സന്തൂർ പരിസ്ഥിതിയിലെ പോലെ ഇങ്ങനെ കുളിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരും. നിങ്ങൾ ആലോചിക്കുക, സ്കൂൾ കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ അല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സ്കൂൾ കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ ട്യൂഷനോ എല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ മടുത്തിട്ടായിരിക്കും, ഒരു ബാഗൊക്കെ വെച്ച് വരുമ്പോൾ നല്ല ചൂടും കൂടെ ഉണ്ട്, ആലോചിക്കുക കഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് കൂൾ ഡ്രോപ്സ്, തണുത്ത വെള്ളത്തുള്ളികൾ കിസ്ഡ് മൈ പാസ്റ്റ് ഫേസ്. ഓക്കെ, എന്താണ് എൻ്റെ ഡ്രൈ ആയ മുഖം എന്താണ് അത് ഉമ്മ വെച്ച് ഡ്രൈ ഈ കൂൾ ഡ്രോപ്സ്. ഓക്കെ, അത് ഉമ്മ വെച്ച് അപ്പോൾ തന്നെ വേറെ തന്നെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഹാപ്പി ആയിരിക്കും അല്ലേ. സൂൺ ദ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവെയർസ്. അൺഅവെയർസ് എന്ന് പറയുമ്പോൾ എന്താണ് അൺഅവെയർ, ഈ എസ് വെറുതെ ഇട്ടു എന്നുള്ളൂ. ഓക്കെ, ഒരു പോയിറ്റിക് ലൈസൻസ്. ഓക്കെ, അവിടെ എന്താണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് എന്താണ് കൂൾ വെള്ളം വന്ന് മഴ പെയ്തു. ആൻഡ് സോക്ഡ് മീ സൂതിങ് മൈ ഫ്രീഡ് നേഴ്സ്. ഫ്രീഡ് എന്ന് പറഞ്ഞാൽ മടുത്തിരിക്കുന്ന എൻ്റെ മനസ്സിനെ. ഓക്കെ, മടുത്തിരിക്കുന്ന എൻ്റെ മനസ്സ് ഇങ്ങനെ ഭയങ്കര നമ്മുടെ മനസ്സിനുള്ള കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, അതുണ്ട്, എല്ലാം കൂടി പറ്റുന്നില്ല. ഒരു മഴ വരുമ്പോൾ അതിനൊക്കെ ഒന്ന് കാം ഡൗൺ ബേബി ആ കാം ഡൗൺ എന്ന് പറയുന്നത് അവൻ പെട്ടെന്ന് കൂളാക്കി. ഓക്കെ, ആൻഡ് സോക്ഡ് മീ ഇൻ മൈ സൂതിങ് ഫ്രേസ്, ദ വെരി ലൈൻസ് ഡിഡ് ഇറ്റ് പ്രോംപ്റ്റ്ലി ഇറേസ്. ഓക്കെ, വെരി ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ടയർഡ് ലൈൻസ്. നമുക്ക് ഇങ്ങനെ മടുക്കുമ്പോൾ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വരകൾ വരില്ല, ആ വരകളൊക്കെ ആ ടെൻഷൻ അടിക്കുന്ന ആ ദേഷ്യത്തിൻ്റെ വരകളൊക്കെ പ്രോംപ്റ്റ്ലി പെട്ടെന്ന് തന്നെ അത് മായച്ചു കളഞ്ഞു. അപ്പം മഴേൻ്റെ ആ ഫീലിംഗ് ആണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. മഴത്തുള്ളികൾ നമ്മളെ ഉമ്മ വെക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് കിസ് ചെയ്യുക. അപ്പം അതിനെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂൾ ഡ്രോപ്സ് കിസ്ഡ് അവിടെ അലിട്രേഷൻ ഉണ്ട്, ഇമേജറി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വരകൾ കളയുന്നതാണ് ഇമേജറി. ഓഫ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫറ്റീഗ് ഫ്രം മൈ വിസേജ് wet clothes clung to my body like an infant, to its mother's bosom unsteady my gait. The dusty trees stood bathed in an instant, and dressed in washed green looked magnificent. The scented earth resplendent and dampened glory. വളരെ സിമ്പിളാണ്. ഇവിടെ നേച്ചറിനെയും ഈ മഴ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ്. ആദ്യം മഴ വരുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ്, പോയത്തിനുണ്ടാകുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇവിടെ എന്താണ് മഴ വരുമ്പോൾ നേച്ചറിലുണ്ടാകുന്ന എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു ദിവസം മൊത്തം ചൂടും മടുപ്പും കാരണം ഫ്രം മൈ വിസേജ് എൻ്റെ ഫേസ്. ഓക്കെ, ഒരു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടും കഷ്ടമുള്ള ദിവസമായിരുന്നു. ഓക്കെ, വെറ്റ് ക്ലോത്ത്സ്
clung to my body like an infant to its mother's bosom. ഓക്കെ, സി മനസ്സിലാക്കണം എന്താണ്, നമ്മൾ എന്താണ് നനഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമല്ലേ, ഒട്ടിപ്പിടിച്ച് നിൽക്കും. നിങ്ങൾക്കറിയില്ല, നന്നായിട്ട് വേർത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ ഇവിടെ നിന്നാണ് നനവ് കാരണം അല്ലേ, മഴ കാരണം ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് എൻ ഇൻഫൻറ്റ്, കുഞ്ഞു വാവ ടു ഇറ്റ്സ് മദേഴ്സ് ബുസം. ഓക്കെ, എന്താണ് മക്കളെ, ഒരു കുഞ്ഞു വാവ അമ്മേനെ നെഞ്ചത്തോടെ ഇങ്ങനെ അടിച്ചല്ലെങ്കിൽ അടുത്ത് അതേപോലെ, ഓക്കെ, ഇങ്ങനെ നെഞ്ചത്തോട് അടുത്തേക്ക് നിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് എന്താണ് നമ്മുടെ മേറ്റിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അൺസ്റ്റഡി മൈ ഗേറ്റ്. ഓക്കെ, അൺസ്റ്റഡി മൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നടത്തം കുറച്ച് ബാലൻസ് പോകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡസ്റ്റി ട്രീസ് സ്റ്റുഡ് ബേത്ത് ഇൻ ആൻ ഇൻസ്റ്റന്റ്. ആ പെട്ടെന്ന് എന്താണ് ആ പൊടി പിടിച്ച മരമൊക്കെ എന്താണ് കുളിക്കുന്ന പോലെ തോന്നി. ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ, നല്ല ഫ്രഷ് പച്ച ലുക്ക്, എന്താണ് ദ സെൻറ്റഡ്, ആ ഒരു പുതിയൊരു മണമൊക്കെ വന്നിട്ട് ഭയങ്കര ഫീലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഇമേജറി ഉണ്ട്. ഇതെന്താണ് സിമിലി, എന്താണ് ലൈക്ക് എൻ ഇൻഫൻറ്റ്, കുഞ്ഞു വാവേനെ പോലെ എന്താണ് എൻ്റെ നനഞ്ഞ തുണികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ എന്താണ് പെർസോണിഫിക്കേഷൻ, ഡസ്റ്റി ട്രീസ്, മരങ്ങൾ കുളിക്കുകയോ മക്കളെ ഇല്ല, മനുഷ്യരെ കുളിക്കുകയുള്ളൂ. സെൻറ്റഡ് എർത്ത് റെസ്പ്ലെൻഡൻ ഇൻ ഡാംപ് ആൻഡ് ഗ്ലോറി, അല്ലേ, എർത്ത് ഇങ്ങനെ എന്താണ് അഭിമാനത്തോടെ വൃത്തിയിൽ നിൽക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇമേജറി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. സട്ട് ഇൻ ഡസ്റ്റ് ഗിവിങ് റിസ്പൈറ്റ് ടു ദ ട്രാവലേഴ്സ് വെയറി. ഓക്കെ, അപ്പം നമ്മൾ പൊടി പിടിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നവരെന്താണ് ട്രാവലേഴ്സിൻ്റെ സങ്കടത്തിന് അങ്ങ് ബൈ ബൈ പറയുന്നു. ഓക്കെ, ടു താങ്ക് ദ റെയിൻ ഗോഡ് ഐ ലുക്ക്ഡ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പം ആ മഴേൻ്റെ ദൈവത്തിനെ നോക്കി നന്ദി പറയാൻ വേണ്ടി മേലേക്ക് ഇങ്ങനെ നോക്കി. മോർ ഡ്രോപ്സ് ഡ്രൻച്ച് മീ ഓൺ ദ സ്ലൈ എന്ന് പറയുമ്പോൾ സീക്രട്ടായിട്ട് എന്നെ കുറച്ചുകൂടി ഞാൻ മേലേക്ക് നോക്കി നന്ദി പറയാൻ നോക്കുമ്പോൾ എന്നെ വീണ്ടും നനച്ചു. ഓക്കെ, മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർ. മാർവലിംഗ് നമ്മൾ വേറെ പോയതിൽ കണ്ടിട്ടില്ലേ, ഫ്രം മാർവലസ് ട്രാവൽ ഉണ്ട് അല്ലേ. മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഞാൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഈ നേച്ചറിൻ്റെ ഒരു പവറിനെ ആലോചിച്ചിട്ട്. ഐ ഹറിഡ് ഹോം വേഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. മക്കളെ, വേഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാറുകളെ പറ്റിയിട്ട് അറിയാം, വാട്ടർ വേഡിങ് എന്ന് പറയും അല്ലേ, വെള്ളത്തിൽ കൂടെ കുറച്ച് ലെവൽ വരെ പോകാൻ പറ്റുന്ന കാറുകളുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ വേഡിങ് എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ നനഞ്ഞേക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ വെള്ളം തെറിപ്പിച്ചിങ്ങനെ പോകുന്നു അല്ലേ. വേഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ, ഗർഗ്ലിംഗ് ഇങ്ങനെ ഗുളുഗുളുകളോ എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ലേ, അതിൽ കൂടെ വേഗം വീട്ടിലേക്ക് പോകും. അപ്പം പോയിട്ട് നേച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ പവറിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് റെയിൻ ഇത്ര പെട്ടെന്ന് എല്ലാവരുടെയും മൂഡ് ഹാപ്പി ആക്കുന്നത്, എല്ലാം നന്നാക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്രയുള്ള സമയം പോയം അപ്രീസിയേഷൻ ഒന്ന് വേഗം നോക്കാം. ഫസ്റ്റ് ഷവേഴ്സ് ബൈ നളിനി ശർമ്മ ഇസ് എ ബ്യൂട്ടിഫുൾ പോയം ദാറ്റ് ക്യാപ്ചേഴ്സ് ദ ജോയ് ആൻഡ് റിലീഫ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് റെയിൻ വരുമ്പോൾ ആ കഷ്ടങ്ങളൊക്കെ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ദ പോയിറ്റ് വിവിഡ്ലി ഡിസ്ക്രൈബ് ഹൗ റെയിൻ റിജൂവിനേറ്റ്സ്, റിഫ്രഷസ്, ഓക്കെ, ബൈ വാഷിംഗ് അവേ, ആ മടുപ്പൊക്കെ കളയുന്നു, റിഫ്രഷിങ് സ്പിരിറ്റ് ഒക്കെ വരുന്നു. നേച്ചർ comes alive as the dusty trees turn lush green. ഓക്കെ, ആ കുളിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്നുണ്ട്. അപ്പം പോയറ്റിക് ഡിവൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫൈനാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയുള്ള മക്കളെ, ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണ് joy and relief that rain brings after a hot and tiring day. അതാണ് ഇവിടെ പറയുന്നത്. ഇത് എഴുതി വെക്കുക. ഇതിലെല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് മഴ എന്നെ പോലെ ഇഷ്ടമാണെങ്കിൽ, ഓക്കെ, ഓബ്വിയസ്ലി നനഞ്ഞെന്ന് തിരിച്ച് കുളിക്കുന്നതിനെ പറ്റി ആയിരിക്കും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മഴ കൊള്ളാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഹാർട്ട് ഇമോജി ഇടുക.